കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് പാക്കേജ് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. എക്സ്പോർട്ടർമാരെ കൂടെ തരുമ്പോഴത്തേക്ക് അതിൽ എറർ വരാൻ പാടില്ല. പിന്നെ എറർ വരാം, വാല്യൂ മാറാം. അതൊക്കെ ഞങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ഇൻവോയ്സ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ഇൻവോയ്സിന്റെ പ്രിപ്പറേഷനിൽ ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ഷിപ്പിംഗ് ബില്ല് ജനറേറ്റ് ചെയ്തു, നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് അമെൻമെന്റ് ബുദ്ധിമുട്ടാണ്. അതായത് പ്രത്യേകിച്ച് നമ്മൾ നോർമൽ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ഇൻവോയ്സും പാക്കേജും നമുക്ക് മെയിലിട്ട് തരും. സോഫ്റ്റ് കോപ്പി മെയിലിട്ട് ഇപ്പൊ സോഫ്റ്റ് കോപ്പി ആയാലും കുഴപ്പമൊന്നുമില്ല, കസ്റ്റമേഴ്സ് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഒറിജിനൽ നിർബന്ധം പിടിക്കാറില്ല പലരും, കാരണം സോഫ്റ്റ് കോപ്പി. പക്ഷെ ചില ഡോക്യുമെന്റ്സ് ഇപ്പൊ സൈൻ എന്തായാലും വേണം, ഡിജിറ്റല് വേണമെന്ന് ഇതില്ല, സൈൻ ചെയ്യണം. പക്ഷെ ഈ ഡിജിറ്റൽ ഞങ്ങൾ സൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ ഞങ്ങളിത് ഡിജിറ്റലായിട്ടാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണത്. കാരണം അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ വേണം, അത് ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ ചെയ്യും. അപ്പോൾ അതാണ് മെയിൻ തിങ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവോയ്സിന്റെ വേറെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇൻവോയ്സുകൾ ചിലർ ഇൻവോയ്സ് നമ്പർ തെറ്റിച്ചിരിക്കും, എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ വിളിക്കും, അയ്യോ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ കാരണം എൻ്റെ സീക്വൻസ് അല്ലേ അടുത്ത. കാരണം ഇത് ജോൺ ഇതെന്നാ വെച്ചാൽ ഈ ഇൻവോയ്സ് നമ്പർ ഡേറ്റും വെച്ച് GST പോവും, പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ റിപ്പീറ്റിംഗ് വരാൻ പാടില്ല. പിന്നെ ഒരു അക്കൗണ്ട്സ് ഇതുണ്ടല്ലോ അതിനകത്ത്, കാരണം അടുത്തത് സെയിം നമ്പർ അതൊന്നും. പക്ഷെ സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ അടുത്ത നമ്പർ വരുള്ളൂ, അല്ലാതെ നമ്മൾ ഇത് ചെയ്യില്ല. അപ്പോൾ ഇൻവോയ്സ് നമ്പർ, ഡേറ്റ്, വാല്യൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് വാല്യൂ. കാരണം എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇതെല്ലാം ബാങ്കിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്ത് ലെറ്റർ സ്പോട്ട് എടുക്കുമ്പോൾ, ലെറ്റർ സ്പോട്ട് എല്ലിയോ എടുക്കുമ്പോൾ ഇതെല്ലാം ഓരോ ബാങ്കിലേക്ക് ഇൻറ്റിമേഷൻ പോവാം, ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ അവിടുത്തെ ഈ നമ്മുടെ ഫയൽ ചെയ്തേക്കുന്ന വാല്യൂവും അതും കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ബാങ്ക് നോട്ടീസ് അയക്കും. അപ്പോൾ അത് വളരെ ഇപ്പോൾ ബാങ്ക് ആയിട്ട് വളരെ എന്നാലാണ് BRC ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ബാങ്ക് റിയലൈസേഷൻ സർട്ടിഫിക്കറ്റ് ചെയ്യണമെങ്കിൽ എമൗണ്ട് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ബാങ്ക് റിയലൈസേഷൻ ചെയ്യില്ല. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഡ്രോബാക്കും RODTP തുടങ്ങിയ ക്ലെയിം ഒന്നും കിട്ടാവില്ല, ഇവർക്ക് ഇൻസെൻറ്റീവ് കിട്ടാവില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് മെയിനായിട്ട് ഇൻവോയ്സ് നമ്പർ, ഡേറ്റ്, വാല്യൂ, ഐറ്റംസ് എല്ലാം തെറ്റാറുണ്ട്. കാരണം പല ആൾക്കാർ ഇന്നൊരാൾക്ക് തെറ്റിയിട്ടുണ്ട്. ഷിപ്പ് ഒന്നും മാൻഡേറ്ററി ഇല്ല, അതൊക്കെ ഫൈനലിൽ വരുന്ന ഇൻവോയ്സ് പാർട്ടിക്ക്. പിന്നെ ഗ്ലോസ് വെയിറ്റ്, നെറ്റ് വെയിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒന്നുകിൽ വെയിറ്റിന് അഗേൻസ്റ്റ് ആയിരിക്കും നമ്മൾ വാല്യുവേഷൻ പോകുന്നത്. പിന്നെ ഗ്രോസ് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടെയ്നറിലാണ് കയറുന്നെങ്കിൽ നമ്മൾ അത് വെച്ച് VGM എല്ലാം കൊടുക്കുന്നത്.